പാലയിലെത്തി. മധ്യപ്രദേശിലെ കേമയുടെ പാലയാണത്. ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഒരു പാല എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഇതൊരു ഗ്രാമമാണ്. ഒരു വീട് പോലും ഇവിടെ ഇല്ല. കഴിഞ്ഞ 100 കിലോമീറ്ററായിട്ട് ഞങ്ങൾ ഈ മലയെ പിന്തുടർന്നിങ്ങനെ പോരുവാണ്. വളരെ മനോഹരമായ സിമെന്റ് റോഡുകളും നല്ല ലൈറ്റ് കണ്ടോ, ലൈറ്റുകളും ഈ പ്രദേശങ്ങളും റെയിൽ പാളങ്ങളും ബുദ്ധി തോന്നുന്ന ഒരു ഏരിയയാണ്. ഞങ്ങൾ ബീഹാറിൽ നിന്ന് ബുദ്ധഗയ വഴി കട്ട് ചെയ്ത് വന്ന് വാരണാസിയിൽ ചാടി വാരണാസിയിൽ നിന്ന് ജബൽപൂർക്ക് പോകുന്ന ഒരു ഉൾനാടൻ ഹൈവേ ആണ്. ഇതുവരെ ഈ 1.5 മണിക്കൂറിലായി ഞങ്ങൾ ഈ വണ്ടിയിൽ കയറിയിട്ട് 100 കിലോമീറ്റർ 1.5 മണിക്കൂർ ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ബിജെപിയുടെ പാർട്ടി ഓഫീസ് ഇതാരാ മല നോക്കി. അതിലൊക്കെ വലിയ കാര്യം അത്. കയമാണിയും ബിജെപിയുടെയല്ലേ ഇപ്പൊ പറഞ്ഞ. നിരന്ന സമതല പ്രദേശം. ഇത്ര കൊണ്ടാലും മതിയാവില്ല. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാം. ഇഷ്ടം പോലെ ചോലമരങ്ങളും. ജബൽപൂർക്ക് 136 പകാരിയ. അങ്ങോട്ടേക്ക് മലയുടെ കടപ്പ്, വെള്ളമൊക്കെ ഇഷ്ടം പോലെ. ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കുള്ളൊരു വഴിയുണ്ടോ? ആ പുഴയുടെ വീട്ടിൽ ഇരുന്നാലത്തെ അവസ്ഥ വെച്ചെങ്കിൽ എല്ലാ കവാടത്തിലും ബിജെപിയുടെ വാഹനം കണ്ടോ. അത് വേറെ പലതരത്തിലുള്ള മരങ്ങൾ, പല കളറിലുള്ള മരങ്ങൾ. ആ മാവ് നിൽക്കണ നോക്കി. ഇതെടുത്തില്ലെങ്കിൽ പിന്നെ ഏത് വീഡിയോ എടുക്കണേ സഹോദരങ്ങളെ? ഈ സീൻ എടുത്തില്ലേ പിന്നെ ഏത് സീനാണ് കിട്ടണേ? ഒരുപക്ഷെ നമ്മുടെ യാത്രയിലെ ഏറ്റവും മനോഹരമായ ഒരു ഏരിയ ആയിരിക്കും ഇതല്ലേ? സത്യല്ലേ? കറക്റ്റ് അതിലെ റോഡ് വിടുന്ന ആണ് അത്ഭുതമായിപ്പോഴും അല്ലേ? പലതരത്തിലുള്ള ഷേപ്പിലുള്ള മലയാട്ടോ അത്. അവിടെ നൈജീരിയക്കാരൻ്റെ തല പോലെ, നമ്മുടെ റൊണാൾഡീനോടെ തല പോലത്തെ ഒരു മല ഇങ്ങനെ ഉണ്ട്. 4, 3, 7 മൂടിക്കുന്നുണ്ട്. കുട്ടികളെന്തോ തരുന്നുണ്ടല്ലോ, അത് നോക്കിയേ. അയ്യോടാ, അതുങ്ങൾ ഓടി വന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, വരട്ടെ. क्या है बच्चा? 50. ये क्या है? आम. मांगिया है मैं. अब चाय नहीं മാങ്ങ വേണ്ട മക്കളെ. അവർ ചായ കുടിക്കാൻ പൈസ കൊടുത്തു കേട്ടോ. ഞങ്ങൾ ഓടി വന്നല്ലേ. അതിന്റെ വായിൽ മുറുക്കാൻ താഴേക്ക് നോക്കി. താഴേക്ക് നോക്കിയ സീൻ കണ്ടോ? ആ റോഡ് പോയേക്കണ ലുക്ക് കണ്ടോ? ഒരു ചെറിയ കട, ചായക്കടയൊന്നും ഇല്ല കേട്ടാ. ബ്ലൂ കളർ സ്ഥലത്ത് ബ്ലൂ കളർ പച്ചപ്പ് നിറഞ്ഞ താഴ്വര. താഴ്വര എന്നൊക്കെ പറഞ്ഞ ഇതാണ്. സന്ധ്യ സമയത്ത് നല്ല എടുക്കുന്നു മലയ്ക്ക്. അത് തന്നെ. അങ്ങോട്ട് അവിടെ മലയാണെങ്കിൽ ഇവിടെ സമതലമായ പാടശേഖരങ്ങൾ അല്ലേ? മാവാട്ടോ കൂടുതലേ. ഇപ്പൊ മല നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇങ്ങനെ കൂടെ പോരും അല്ലേ? ആ റോഡിന്റെ ആ സിമെന്റ് റോഡ് പോയേക്കണമെങ്കിൽ 2 സൈഡ് മൊത്തം നോക്കി. എന്നിട്ട് ആ പ്രദേശം കണ്ടോ? മലകൾ ഇങ്ങനെ കൂടെ ഒരുപാട്. ആ റോഡിന്റെ ആ നോക്കി. സഭാഗഞ്ച്. ആ കൊച്ചുകൾ കൊണ്ടിരുന്ന പേരക്കയാന്ന് ഓർത്താണ് ഞങ്ങള് വാങ്ങിക്കാൻ നോക്കിയത്. പക്ഷെ അത് മാങ്ങയായിരുന്നു. പക്ഷെ നിങ്ങൾ വെറുതെ വിടാൻ പറ്റില്ലാത്ത കാരണം വെറുതെ ഓടി വരാണ്ടിട്ടില്ലേ? ഇപ്പൊ അങ്ങേ സൈഡിലും മല,
ഇങ്ങേ സൈഡിലെ മല. അയ്യോ, ഒരു വണ്ടി. നമ്മളെ പാടശേഖരങ്ങള് ഇങ്ങേ സൈഡ്, പാടശേഖരങ്ങള് ഇങ്ങേ സൈഡ്. രണ്ട് സൈഡിലും പാടശേഖരങ്ങൾ, രണ്ട് സൈഡിലും മല, നടുക്കൂടെ നമ്മുടെ ഈ ദേശീയപാത അല്ലേ? വീപ്പുകളുടെ വീപ്പൊന്നുമല്ല, അത് എന്തോ വലിയ സാധനം കേട്ടോ. നമുക്ക് എന്തായാലും ഈ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോവാം. റോഡിൽ ഇഷ്ടം പോലെ വീതി കിടക്കണോ, എത്ര വലിയ വണ്ടി പോയാലും കടന്നു. അതായത് അഴകി നോക്കി, ഇപ്പോൾ രണ്ട് സൈഡിലും മലകളായി. റോഡും ആ അങ്ങേറ്റത്തെ മല ഉണ്ടോ, ഇതേ സൈഡിലേക്ക് എടുത്തേ. ഇനി ആ ആൽമരം നിൽക്കണ നോക്കിയ റോഡും ആ ആൽമരത്തിന്റെ ആ ഒരു തളിരിട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച. നമ്മൾ ആ മലയിലേക്ക് കയറാൻ പോകാൻ തോന്നില്ലേ ഈ റോഡ് മുമ്പ്? ആ ബോർഡ് ഇരിക്കണ്ടോ, നല്ലൊരു സൈഡാട്ടോ അല്ലേ, നല്ലൊരു വ്യൂ ആ കണ്ടോ. നമ്മൾ മലയിലേക്ക് താഴാൻ പോകുന്ന തോന്നുന്നു അല്ലേ? ജബൽപൂർക്ക് 130 കിലോമീറ്റർ. അങ്ങോട്ട് നോക്കിയ സീനറി കാണണമെങ്കിൽ ഇതാണ് സീനറി. ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലേ? ഒരു ബഹളവും ഇല്ല, ഒന്നും ഉണ്ടാവില്ല, ലൊക്കേഷൻ മൊത്തം സജ്ജമാവും. പക്ഷെ ഹോട്ടൽ ഒന്നും കാണില്ല അവിടെ. ഏതോ ഗോത്രവർഗ മേഖലയെന്ന് തോന്നുന്നു ഇവിടെ. കാട്ടിലേക്ക് വിറകെടുക്കാനൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. ചിലർ വിറക് തന്നെ ചുവന്നുകൊണ്ട് പോകുന്നുണ്ട്. മലകൾ ഇങ്ങനെ വരികയാണ്. വീണ്ടും അവിടെ അങ്ങോട്ട് ഈ റോഡ് വെട്ടി. ഇതെന്ത് മരം? അത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ആ മരത്തിന്റെ ഇല അത്രേ ഉള്ളൂ, 2-3 ഇലയേ ഉള്ളൂ. അമ്പലം ജബൽപൂർ അമ്പലമല്ല, സ്കൂളാ അല്ലേ? ഇവിടെ സ്കൂളൊക്കെ ഉണ്ട്. ഈ മല മുകളിലേക്ക് തൊപ്പി വെച്ച മല. വീണ്ടും തൊപ്പി വെച്ച മല. ഇത് തൊപ്പി സ്റ്റൈലാക്കി ചെത്തി വെച്ചേക്കോട്ടോ. അതൊരു വഴിയുണ്ടോ നിമിഷമുണ്ട് അല്ലേ? ആ മലയുടെ തുമ്പ് നിൽക്കണത് ഇവിടെ ആട്ടോ. റോഡും അങ്ങേ ആ മല പ്രദേശം നോക്കിയാ നമ്മള് വീഡിയോ എടുക്കണോന്ന് ആലോചിച്ചോണ്ടിരുന്നൊരു സ്ഥലമല്ലേ ഇത്. എടുത്തില്ലെങ്കിൽ ഇറ്റ്സ് ആൻ ഇർറിപ്പയറബിൾ ലോസ്. നികത്താനാവാത്ത വിടവായിക്കൊണ്ടത്. കാംറിയ. നമ്മൾ വന്ന് കാംറിയയിലെത്തി. ആ മല അകന്നകന്നു പോയി. ഈ മല അടുത്തടുത്ത് വരുന്നു. പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാഴ്ച അല്ലേ? ഇത്ര നല്ലൊരു വ്യൂ കിട്ടുമെന്ന് പറഞ്ഞാലേ. ജുഗേലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ജുഗേലി. ഇവിടുന്ന് മധ്യപ്രദേശത്തിന്റെ മധ്യഭാഗമായ ജബൽപൂരിലേക്ക് 126 കിലോമീറ്റർ ആണുള്ളത്. അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഇനി മലയില്ല, ആ മല അകലുകയാണ്. എന്റെ പോത്തെ, സോറി ഗോമാതാവ് പോത്തെ. വേറൊരു തൊപ്പി വെച്ചോ. നമുക്ക് ഒരു കൊരങ്ങന്റെ മുഖയിൽ നല്ല മുതൽ വേണ്ട. ചിമ്പാൻ നമ്മുടെ പടയില്ലേ, സിനിമയില്ല, ഗോഡ്സല, കിങ്കോങ്ങിന്റെ ഷേപ്പിലുള്ള മല. ഈ ഏരിയയിലൊക്കെ പോത്ത് കുഞ്ഞുങ്ങളാട്ടോ. ഞങ്ങളുണ്ട്, ഗോമാതാവുണ്ട്.
ഹോട്ടലിന് ഞങ്ങൾ നോക്കി നടക്കുകയായിരുന്നു. ഈ കുഗ്രാമത്തിൽ ഒരു ഹോട്ടൽ കിട്ടാൻ വലിയ പാടാണ്. നല്ല അടിപൊളി പശുക്കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം കയറി വന്നിട്ടുണ്ടോ. ഇവന് വയസ്സായി, മാറ്റം നല്ല സുന്ദരനാട്ടോ. നോക്കിയേ ആ പൊറിലവന് ഒരു 3-4 ഉണ്ട്. അയ്യോ അത് കാളയായിരുന്നു. നമ്മുടെ നാട്ടിലെ പശുവിന്റെ ഷേപ്പോ നമ്മുടെ നാട്ടിലെ കാളുടെ ഷേപ്പോ ഒന്നും അല്ലാട്ടോ ഇവർക്ക്. കൊമ്പ് വെച്ചാൽ കുത്തുന്ന പറഞ്ഞോ. അതെ 2 കിണാമണികൾ തന്നെ. കിണാമണി വെച്ചോ. മല നിൽക്കണുണ്ടോ അപ്പോൾ നമ്മളുണ്ടെങ്കിൽ മല മറന്നുപോയി. ഒരു ഇത് തന്നെ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടോ അടച്ചു കൂട്ടേക്കുവാണോ. ഹരിയാന പഞ്ചാബി ദബ്ബ എന്നെഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് കയറി നോക്കാം. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കക്കൂസും കുളിമുറികളും എല്ലാവിധ ഫെസിലിറ്റിയോട് കൂടിയ ആരോ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് അവിടെ ചോദിക്കാം. നിങ്ങൾ ഇറങ്ങിക്കോ, പോയിട്ട് ചോദിച്ചിട്ട് വന്നേ. ഇല്ലേ ഇവരുടെ ടെക്നിക്കൊന്നും അറിയണല്ലോ. ബിരിയാണി മുതൽ 45 കൂട്ടം കറികളൊക്കെ കാണാം. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ പറയും ചുട്ട ദോശയുണ്ട്, ചമ്മന്തി ഉണ്ടെന്ന് പറയും. ബോർഡ് 10-40 കറികളുടെ ഉണ്ടാവും. അതേപോലെ ഡീസലായിട്ട് പെരുമാറുന്നുണ്ട് കേട്ടോ. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. പോരാ, സജ്ജമാ. പ്രതീക്ഷ തെറ്റിയില്ല. നമുക്ക് ഊണ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി എടുക്കാം കേട്ടോ. ഞങ്ങളൊന്ന് വിശക്കണം, ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഇത്രയൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ. എന്തായാലും നല്ലൊരു ഏരിയ ആണ്, നല്ലൊരു പ്രദേശമാണ്. വണ്ടിയുടെ പുറകിൽ നിന്ന് മറ്റൊരു ഭാവഗായകൻ ശ്രീ PR ശ്രീധരൻ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഊണ് വേണം. ഏത് കാട്ടിൽ ചെന്നാലും ചോറ് വേണം. അത് വലിയൊരു പ്രശ്നമാണ്. എങ്കിലും സാരമില്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു പെണ്ണ് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ നോക്കുമോ, അങ്ങനെ വളരെ മാന്യമായിട്ടാണ് ആ ഒരു വിളിക്ക് കൊടുക്കും. ഒന്നെങ്കിൽ ദീദി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബഹൻ എന്ന് വിളിക്കും, പെങ്ങളെന്ന്. ആണ് ഇവിടുത്തെ ഒരു വല്ലാത്ത മധ്യപ്രദേശ് എന്നല്ല, നോർത്ത് ഇന്ത്യയിൽ എന്നാൽ അങ്ങനെയാണ്. അപ്പോൾ ഗുഡ് ബൈ.